നമസ്കാരം. നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിന്റെ എല്ലാ രാഷ്ട്രീയേതര ബിസിനസ് ഇടപാടുകളും കിറുകൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അൻവറിന്റെ ശത്രു പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പിണറായി വിജയനെ പഠിപ്പിച്ചിരിക്കുന്നു. 2 ആഴ്ച മുമ്പാണ് പോലീസിലെ രഹസ്യ വിഭാഗം അൻവറിന്റെ രാഷ്ട്രീയേതര ബിസിനസ് ഇടപാടുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത്. കൊടും ചതിയെന്നോണം അൻവറിന്റെ പോലീസിലെ ചാരന്മാർ ബോധപൂർവം ഇക്കാര്യം അൻവറിനോട് മാത്രം പറഞ്ഞില്ല. പോലീസ് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി.വി. അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ഇടത് എം.എൽ.എക്ക് മലപ്പുറത്തെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് പിണറായി ശനിയാഴ്ചത്തെ പത്രസമ്മേളനത്തോടെ നൽകിയിരിക്കുന്നത്. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്നും പിണറായിയുടെ മുന്നറിയിപ്പുണ്ട്. സ്വർണവും ഹവാല പണവും പിടികൂടുന്നതിൽ നിന്നും പോലീസിനെ വിലക്കണമെന്ന ചിലരുടെ ആഗ്രഹം അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്നുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ സ്വർണവും ഹവാല പണവും പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അൻവർ വിലക്കാൻ ശ്രമം നടത്തിയെന്ന് കൂടി കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുകയാണ്. പോലീസിനെതിരെ ആരോപണം വന്നാൽ അത് ഗൗരവമായി പരിശോധിക്കും. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ്. അതൊരു വിധത്തിലും അനുവദിക്കില്ല. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആരോപണങ്ങളുടെ പേരിൽ ഇനി കേരളത്തിൽ സ്വർണം പിടികൂടേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആ സമീപനം സ്വീകരിച്ചത് അൻവറാണോ എന്ന ചോദ്യത്തിന് അത് ശരിവയ്ക്കുന്ന മറുപടിയാണ് പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് നാം കാണേണ്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച പോലീസിനെ നിർവീര്യമാക്കി യഥേഷ്ടം കടത്തണമെന്ന സ്വർണ്ണക്കടത്തുകാർക്ക് ആഗ്രഹമുണ്ടാകും. അതിന് കൂട്ടുനിൽക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷങ്ങളിൽ മലപ്പുറത്ത് പിടികൂടിയ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകളും തുടർന്ന് പുറത്തുവിട്ട് ഖനി മുതലാളി അൻവറിന്റെ ചെകിട്ടത്ത് 2 പൊട്ടിക്കുകയായിരുന്നു. 2022 98 കേസുകളിലായി 79.9 കിലോ സ്വർണം, 2023 61 കേസുകളിൽ 48.7 കിലോ സ്വർണം, ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണവും പിടികൂടി. 3 വർഷമെടുത്ത് ആകെ പിടികൂടിയത് 147.79 കിലോ സ്വർണമാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 124.47 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണവും പിടികൂടി. അതിൽ 87.22 കോടി മലപ്പുറത്ത് വെച്ചാണ് പിടികൂടിയതെന്ന് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തിയാണ് പറഞ്ഞത്. കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്നത് കടത്തുന്നവർക്ക് ഇഷ്ടമാകില്ല. കരിപ്പൂർ വഴി വൻ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. ഇത് പിടികൂടുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സ്വർണ്ണക്കടത്തടക്കം കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതെന്നും പിണറായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച പോലീസിനെ നിർവീര്യമാക്കി യഥേഷ്ടം കടത്തണമെന്ന് സ്വർണ്ണക്കടത്തുകാർക്ക് ആഗ്രഹമുണ്ടാകും. അതിന് കൂട്ടുനിൽക്കാനാകില്ലെന്നായിരുന്നു അൻവറിനെ ഉന്നം വെച്ച് മുഖ്യമന്ത്രി തുറന്നടിച്ചത്. നന്ദി.